ഹലോ. അപ്പം ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. സോ വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ടും കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ നമ്മുടെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലോട്ട് പോവാം. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് വീക്കെൻഡ് എപ്പിസോഡാണ്. അതെ, ഇന്ന് നമ്മുടെ ഷോ തുടങ്ങിയിട്ട് ബിഗ് ബോസ് മലയാളം സീസൺ 7 ആരംഭിച്ചിട്ടുള്ള ആദ്യത്തെ വീക്കെൻഡ് ആണ്, ആദ്യത്തെ സാറ്റർഡേ ആണ്. അപ്പം പതിവ് പോലെ തന്നെ നമ്മുടെ ലാലേട്ടൻ്റെ എൻട്രിയാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. അതിനുശേഷം ഒരു AV കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരാഴ്ച ഹൗസിൽ നടന്ന കാര്യങ്ങൾ ഒരു AV ആയിട്ട് കാണിക്കുന്നുണ്ട്. മെയിനായിട്ട് അവിടെ നടന്ന വഴക്കും കാര്യങ്ങളും ടാസ്കിൻ്റെ കാര്യങ്ങളും ഒക്കെ തന്നെയാണ് മെയിനായിട്ട് കാണിക്കുന്നത്. പിന്നെ ജയിൽ ടാസ്ക്, പിന്നെ നമ്മുടെ വീക്ക്ലി ടാസ്ക് എല്ലാം തന്നെ കാണിക്കുന്നുണ്ട്. എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു AV ആണ്. അതിനുശേഷം ഇന്നലെ എന്ന് പറയുന്നത് ഡ്രൈ ഡേ ആണല്ലോ. അപ്പോൾ ഫ്രൈഡേ നടന്ന കാര്യങ്ങളാണ്. ഫ്രൈഡേ നടക്കുന്ന മെയിൻ കാര്യം അനുമോള് ജയിൽ റൂൾസ് ബ്രേക്ക് ചെയ്ത് പുറത്തുനിന്ന് പല്ല് തേക്കുന്നതും, അതുപോലെ തന്നെ ഷാനവാസ് അനീഷിനായിട്ട് കളിപ്പിക്കുന്നുണ്ട്. അതായത് ജയിലിൻ്റെ കീ വെച്ചിട്ട് പിന്നെ ഇവർക്ക് ഫുഡ് കൊണ്ടുവരുന്നുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പം തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് ഇവരുടെ ജയിൽവാസം അവസാനിച്ചു, ഇവരെ തുറന്നു വിടാമെന്ന് പറഞ്ഞ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇന്നത്തെ എപ്പിസോഡ്, അതിനുശേഷം വേറെ കാര്യമായിട്ടൊന്നും കാണിക്കുന്നില്ല. സോറി. അപ്പം ഇന്നത്തെ ദിവസത്തെ കാര്യങ്ങളാണ്. അതായത് ഇവർ മേക്കപ്പ് ചെയ്യുന്നതും അവരുടെ ഡ്രസ്സ് വരുന്നതും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് കാണിക്കുന്നത്. അതിനുശേഷം ലാലേട്ടൻ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലോട്ട് ചെന്ന് എല്ലാവരെയും വിഷ് ചെയ്യുന്നു. എല്ലാവരും ലാലേട്ടനെ വിഷ് ചെയ്യുന്നു. അതിനുശേഷമാണ് നമ്മുടെ ഡിസ്കഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിസ്കഷൻസിൽ നമ്മൾ മെയിനായിട്ട് ഫസ്റ്റ് പറയുന്നത് പണി ടാസ്കിനെ കുറിച്ചാണ്. പണി ടാസ്ക് വിൻ ചെയ്ത അക്ബറിന് കൺഗ്രാജുലേഷൻസ് ഒക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അക്ബറിന് ആ ഒരു പണി ടാസ്കിൻ്റെ ഒരു വിശകലനമൊക്കെ നടത്തുന്നുണ്ട്. അവിടെ ലാലേട്ടൻ അവിടെ നടത്തുന്നുണ്ട്. പിന്നീട് നോൺ ആക്റ്റീവായിട്ട്, അത് ആക്റ്റീവ് അല്ലാത്ത കുറേ പേരുണ്ടായിരുന്നല്ലോ. നമ്മുടെ കലാഭവൻ സരിക, പിന്നെ അതുപോലെ തന്നെ ശൈത്യ, നമ്മുടെ മുൻഷി, ഇവരെയൊക്കെ ലാലേട്ടൻ പിടിച്ച് ചോദിക്കുന്നുണ്ട്. ഈ മുൻഷി, അതായത് വീക്കെൻഡ് എപ്പിസോഡിൽ ഇപ്പം ഇന്ന് നടന്നതിൽ അത്ര ആക്റ്റീവായിട്ടാണ് ഓരോ കാര്യങ്ങൾ സംസാരിച്ചത്. പക്ഷെ അതൊന്നും നമ്മൾ ഈ ഒരാഴ്ച കണ്ടിട്ടില്ല. പുള്ളിയെ അവിടെ കണ്ടിട്ടില്ല. അവിടെ അടുക്കളയുടെ അടുത്ത് നിൽക്കുന്നതുണ്ട്. പിന്നെ അതുമാത്രമല്ല, സാബുവിനെ പിടിക്കുന്നുണ്ട്. സാബു ആകെ ഈ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് എന്തെങ്കിലും ഒരു കോണ്ടന്റ് കൊടുത്തു. അത് മെയിനായിട്ട് റെനയുമായിട്ടുള്ള ഫൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ പുള്ളിയുടെ ഗെയിം അവിടെ കളിക്കുന്നില്ല. അടുക്കളയിൽ തന്നെയാണ് നിൽക്കുന്നത്. പുള്ളി വലിയ കാര്യത്തിൽ പറയുന്നുണ്ട്. അടുക്കളയിൽ നിന്നിട്ട് എന്തോ അവർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അത് വലിയ ക്രെഡിറ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ പ്രാവശ്യം കിച്ചണിൽ വലിയ ഒരു ശരിക്കും സാധാരണ മെയിൻ കോണ്ടന്റ് ആ വീട്ടിൽ കിട്ടുന്നത് കിച്ചണിലാണ്. കഴിഞ്ഞ സീസണിലെല്ലാം കിച്ചണിലാണ് കിട്ടുന്നത്. ഇപ്രാവശ്യം എന്തോ ഒന്നും കിട്ടുന്നില്ല കിച്ചണിൽ. കാരണം ആകെ ആ ഒരു ഫൈറ്റ് മാത്രമേ ഉണ്ടായുള്ളൂ. വേറെ ഒരു കാര്യം കിച്ചണിൽ നടന്നിട്ടില്ല. അതൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. അടുക്കളയിൽ മാത്രം നിൽക്കാനുള്ളതാണ്. അടുക്കളയിലാണ് മെയിൻ കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നടക്കുന്നത്. മെയിനായിട്ടുള്ള തീരുമാനങ്ങൾ അടുക്കളയിൽ നിന്നാണ് വരുന്നതെന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് ആക്റ്റീവ് ആയില്ല എന്നൊക്കെ ലാലേട്ടൻ ചോദിച്ചറിയുന്നുണ്ട്. ഇതിന് ശേഷം നമ്മുടെ ഗ്യാങ്സ്റ്റേഴ്സിനെ പിടിക്കുന്നുണ്ട്. അതായത് നമ്മുടെ അപ്പാനിയും ഗ്യാങ്ങിനെയൊക്കെ പിടിച്ചിട്ട് എന്താണ് ഗ്രൂപ്പിൻ്റെ ഉദ്ദേശം, കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോളാണല്ലോ ഇവരുടെ ഗ്യാങ്ങായിട്ട് ഗെയിം കളിക്കുന്ന, ഗ്രൂപ്പായിട്ട് ഗെയിം കളിക്കുന്നൊക്കെ പറയുന്നത്. അപ്പോൾ അനുമോളെയൊക്കെ വിളിച്ച് കാര്യങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നീട് മെയിനായിട്ട് നടന്ന സ്റ്റാർ ബാൻഡ്, അതായത് നമ്മുടെ ആ ഒരു ബാഡ്ജ് ഉണ്ടല്ലോ സ്റ്റാറിൻ്റെ, ഇവർക്കൊരു സ്പെഷ്യൽ പവറുള്ള. അപ്പം അതിനുമായിട്ടുള്ള ഡിസ്കഷൻസ്, അത് ആരൊക്കെയാണ്, അത് ലാലേട്ടനൊരു വൈറ്റ് ബോർഡിൽ ഇവർ ഓരോരുത്തരും എങ്ങനെയാണ് ആ സ്റ്റാർ ബാൻഡ് ഓരോരുത്തരുടെ കയ്യിൽ എത്തിയത് എന്നുള്ളതൊക്കെ ഒരു ആരോ, ഇവരുടെ ഫേസൊക്കെ വെച്ച് ഒരു ആരോ ഇട്ടിച്ച് ഒരു ബോർഡൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് എത്തിയത്. ഇതൊക്കെ കാണിച്ച് അതൊക്കെ വിശകലനം ചെയ്തു. അതിനുശേഷം നമ്മുടെ ഹിന്ദിക്കാരിയെ പിടിക്കുന്നുണ്ട്. പേര് കിട്ടുന്നില്ല, സോറി, എനിക്ക് ആ കുട്ടിയുടെ പേര് കിട്ടുന്നില്ല. അത് എൻ്റെ കുഴപ്പം, മിക്കവാറും എൻ്റെ കുഴപ്പമായിരിക്കും. ഈ വ്ളോഗ് എടുക്കുമ്പോഴാണ് എനിക്ക് പേര് കിട്ടാത്തത്. എന്തായാലും അത് വിട്ടേക്കാം. അപ്പോൾ നമ്മുടെ ഹിന്ദി ബിഗ് ബോസുകാരെ പിടിക്കുന്നുണ്ട്. നീ അങ്ങനെ പറയാം കേട്ടോ. എല്ലാവരൊന്നും ആളെ മനസ്സിലായല്ലോ, പിന്നെ എന്താ പ്രശ്നം. എന്നാലും ഞാൻ പേര് പറയാൻ ഞാൻ ശ്രമിക്കാം. ജിസേൽ പേര് കിട്ടി. ജിസേലിനെ പിടിക്കുന്നുണ്ട്. കാരണം ജിസേൽ പിടിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ
ആ ജിസയിൽ അവിടെ കുറച്ച് പ്രശ്നമല്ല ഒന്ന് പൊട്ടിത്തെറിച്ചല്ലോ. അതായത് നെവിൻ ബാൻഡ് എടുത്തപ്പം, അതായത് ആ മോർണിംഗ് ആക്ടിവിറ്റിയിൽ നെവിൻ ബാൻഡ് കൈക്കലാക്കിയില്ല. അപ്പം ജിസയിൽ പെട്ടിയെല്ലാം തിരിച്ച് കൊണ്ടുവച്ചു. പക്ഷെ ജിസയിൽ എല്ലാ സാധനങ്ങളും തിരിച്ച് സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ചില്ല. നമ്മുടെ മേക്കപ്പ് ഐറ്റംസ് എന്തൊക്കെ സാധനങ്ങൾ ജിസയിൽ കൊടുത്തില്ലല്ലോ. അപ്പോൾ അതൊക്കെ ലാലേട്ടൻ ചോദ്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ ജിസയിലെ പെട്ടി തിരിച്ച് വീട്ടിലോട്ട് അയക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞ് ലാലേട്ടൻ അവിടെ പിടിച്ചു വെച്ചിരുന്നു. അത് തിരിച്ചയക്കുന്നില്ലെന്നും പറഞ്ഞില്ല, അയക്കുന്നൊന്നും പിന്നീടൊന്നും പറഞ്ഞില്ല. ജിസയിൽ അങ്ങനെ ഫുള്ള് മൂഡ് ഔട്ടായിപ്പോയി. പിന്നെ നമ്മുടെ നൈറ്റ് ടാസ്ക് ഉണ്ടല്ലോ, അതായത് പുകഞ്ഞ കൊള്ളി പുറത്ത്, അതിനെ പറ്റിയിട്ടും, കാരണം അതിലും അവരും ഒന്നും ചെയ്യില്ല, ചെയ്യാമെന്ന് ഇവർക്കും പറ്റിയില്ല. അങ്ങനെ ആ നൈറ്റ് ടാസ്ക്, അത് ആ പുകഞ്ഞ കൊള്ളി പുറത്തുനിന്നുള്ളത് ആ ടാസ്ക് വലുതായിട്ട് വലിയൊരു കോൺട്രിബ്യൂഷൻ ആരെ പുറത്താക്കാനൊന്നും പറ്റിയില്ല. അത് അവരോട്, അതായത് ആ ടാസ്കിൽ പെട്ടവരെ ഷാനവാസ്, ശൈത്യ, പിന്നെ അതുപോലെ തന്നെ ആർജി, ബിൻസി, ജിസൈൽ, ഇവരെല്ലാവരും ലാലേട്ടൻ ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ഗെയിം കളിക്കാൻ നോക്കിയില്ല എന്ന് ലാലേട്ടൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ ഇതിനിടയ്ക്ക് ഒരു കാര്യം അതിനുശേഷം നടന്നതെന്ന് വെച്ചാൽ ഷാനവാസ് ഹെൽത്ത് ഒട്ടും ഓക്കെ അല്ലെന്ന് തോന്നുന്നു. കാരണം അല്ലെങ്കിൽ അത് ഇന്നാളൊക്കെ ഷാനവാസിന് മെഡിസിൻ കഴിക്കണം. ബിഗ് ബോസ് തന്നെ വീട്ടിലോട്ട് വിളിപ്പിച്ചിരുന്നല്ലോ, മെഡിസിൻ എന്തുകൊണ്ടാണ് നിങ്ങൾ ആക്റ്റീവായിട്ട് ഓരോ സമയം എത്താത്തെന്നൊക്കെ ചോദിച്ചിട്ട് ബിഗ് ബോസ് ചോദിച്ചു. അപ്പം മെഡിസിൻ കഴിക്കാനാണെന്ന് പറഞ്ഞു. അങ്ങനെ ഷാനവാസ് കരഞ്ഞുകൊണ്ട് കൺഫെഷൻ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന നമ്മൾ കണ്ടാണ്. എനിക്ക് തോന്നുന്നു അത് ബേസ് ചെയ്താണെന്ന് തോന്നുന്നു. ഷാനവാസിനെ വീട്ടിലൊക്കെ വിളിച്ചു, ഹെൽത്തിൻ്റെ കാര്യമൊക്കെ സംസാരിച്ചു. അപ്പോൾ ഓക്കെ ആണെന്ന് ഷാനവാസ് പറഞ്ഞു. ഓക്കെ ആണ്. അങ്ങനെ ആ കോൾ അവിടെ കട്ടാവുകയാണ്. പിന്നെ അതുപോലെ തന്നെ വീക്ക്ലി ടാസ്കിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ഷാനവാസിൻ്റെ കേസ് വന്നപ്പം എന്തെങ്കിലുമൊക്കെ ഡ്രില്ലും എക്സസൈസും ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നെവിനെ ആ ഡ്യൂട്ടി ഏൽപ്പിച്ചിരിക്കുകയാണ് ലാലേട്ടൻ. അതായത് എന്തെങ്കിലുമൊക്കെ എക്സസൈസ് കാര്യങ്ങളും നിങ്ങൾ അവിടെ ചെയ്യണം എന്ന് പറഞ്ഞ് നെവിന് ഓരോ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ സിറ്റപ്പും എന്തൊക്കെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് ഒരു ബ്രേക്ക് ഡാൻസോ അങ്ങനെ എന്തൊക്കെ ബ്രേക്ക് ഡാൻസ് അല്ലല്ലോ, ഒരു എന്തോ ഡാൻസ് വരെയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വീക്ക്ലി ടാസ്കുമായിട്ടുള്ള ഡിസ്കഷൻ, പോയിന്റ് ടാസ്കിൻ്റെ, അതായത് ഓരോ പോയിന്റ് കളക്ട് ചെയ്ത് ഇന്ന ആൾക്കാർ ഇത്ര പോയിന്റ് കളക്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഓരോ ഇത് കാണിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ നെവിനെ പിടിക്കുന്നത്, കാരണം ആര്യം പറയുന്നുണ്ട് പോയിന്റ്സ് എല്ലാം കളവ് പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അതുമാത്രമല്ല, അതിനുശേഷം നടന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാത്തിരുന്ന, അതായത് പ്രമോ ഒക്കെ വന്ന ഫസ്റ്റ് പ്രമോ വന്ന കാര്യം അതാണ്. അതായത് നമ്മുടെ കോൺട്രവേഴ്സി അല്ലല്ലോ, നമ്മുടെ അക്ബറിൻ്റെ ആ ഒരു പരാമർശം, അതായത് മോർണിംഗ് ആക്ടിവിറ്റിയിൽ. എനിക്ക് തോന്നുന്നത് ഈ ഒരാഴ്ചയിൽ നടന്ന മെയിൻ കാര്യങ്ങളൊക്കെ മോർണിംഗ് ആക്ടിവിറ്റിയിലാണ്. അതായത് ആ ജിസൈലിൻ്റെ ബാഡ്ജ് പോയതും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഇതൊക്കെ വന്നിട്ട് മോർണിംഗ് ആക്ടിവിറ്റിയിലും. ഈ പ്രാവശ്യത്തെ മോർണിംഗ് ആക്ടിവിറ്റി അത്യാവശ്യം കൊള്ളാം. അങ്ങനെ ആ ഇരട്ടപ്പേരിടുന്ന മോർണിംഗ് ആക്ടിവിറ്റി ഡിസ്കസ് ചെയ്തു. പരാമർശം, അക്ബർ, രേണു സുധീന അങ്ങനെ പറഞ്ഞ കാര്യങ്ങളും, അതുപോരാനായിട്ട് ആദിലയും നൂറയും കൂടെ നമ്മുടെ അനീഷിന് അഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ. എനിക്ക് തോന്നുന്നു അനീഷ് ഇത്രയും അവിടെ കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടും എന്തോ ഇന്ന് അനീഷിനൊരു വെള്ള പൂശാൻ ശ്രമിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ലാലേട്ടൻ. ഇനിയിപ്പം അടുത്ത ആഴ്ച എന്തെങ്കിലും അനീഷിനോട് ചോദിക്കുകയോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുവിടാം പ്രശ്നം. കാരണം രതീഷ് അത് ഏകദേശം ഇതുപോലത്തൊക്കെ തന്നെയായിരുന്നു. പക്ഷെ രതീഷിനെ ഫുൾ ഏറി കയറ്റി നിർത്തുമായിരുന്നില്ലേ. എന്താ അതൊന്നും ലാലേട്ടൻ ചോദിച്ചില്ല, എന്താണെന്ന് അറിയില്ല. മിക്കവാറും അടുത്ത നാളത്തെ എപ്പിസോഡിൽ ചോദിക്കുമായിരിക്കാം ലാലേട്ടൻ. അങ്ങനെ വീക്ക്ലി ഈ നിക് നെയിമിൻ്റെ കാര്യങ്ങളും, അങ്ങനെ നിക് നെയിം കിട്ടിയ ഓരോരുത്തർക്കും ഏറ്റവും നല്ല നിക് നെയിം കിട്ടിയവർക്കൊക്കെ മൈക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. മൈക്കിലേൽ അവരുടെ നിക് നെയിം, അതായത് അനീഷിന് ഇപ്പോൾ മുള്ളംപന്നി എന്നുള്ള നിക് നെയിമാണ് കിട്ടിയത്, ആ നിക് നെയിമും കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ പൂമ്പാറ്റകൾ, നമ്മുടെ ആദില നൂറയ്ക്ക് പൂമ്പാറ്റകൾ, പിന്നെ പാവക്കുട്ടി, അനുമോൾക്ക് പാവക്കുട്ടി എന്നുള്ള ആ ഒരു നിക് നെയിം, ഇതെല്ലാം വെച്ചിട്ടൊരു മയക്ക് അവർക്ക് ലാലേട്ടൻ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇവനും കൊടുക്കുന്നുണ്ട്, നെവിന് എന്തോ ഒരു ഹീലുള്ളൊരു ചെരുപ്പും കൊടുക്കുന്നുണ്ട് സാധനം കിട്ടിയെന്നും പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ ഇതിൽ അടുത്തതായിട്ട് വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് നാൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിരുന്നു രേണു സുധി ഈ വീക്കിൽ ഞാൻ നോമിനേഷനിൽ വന്നിട്ടുണ്ട്, എല്ലാവരും വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് രേണു സുധിയുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതായത് എങ്ങനെ വോട്ട് ചെയ്യണമെന്ന് വരെ ഹോട്ട്സ്റ്റാറിൽ കാണിക്കുന്നവരെ വീഡിയോ വന്നിട്ടുണ്ട്. പക്ഷെ അത് ലാലേട്ടൻ ചോദിച്ചു, ആ ഒരു സംശയം ലാലേട്ടൻ മാറ്റിയിട്ടുണ്ട്. കാരണം ഇതെങ്ങനെയാണെന്ന് കാര്യങ്ങളെന്നൊക്കെ മാറ്റി സ്ക്രിപ്റ്റഡ് ആണെന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ വരെ പോയില്ലേ. അപ്പോൾ അത് ലാലേട്ടൻ ഇന്ന് വന്നിട്ട് കറക്റ്റായിട്ട് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ രേണു സുധിയുടെ ആ ഒരു വീഡിയോ ക്രിയേഷനെ പറ്റിയിട്ടൊക്കെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു.
പിന്നെ അത് മാത്രമല്ല ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ എന്ന് പറയുന്നത് ഒരുപാട് പ്രൈവസി കാര്യങ്ങളൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അതായത് ഈ ആര് ഔട്ടാവുന്നു അതൊക്കെ ഈ ചില സ്പോയിലേഴ്സൊക്കെ വരുമല്ലോ. അതായത് ഈ എനിക്ക് തോന്നുന്നു ഈ മെയിനായിട്ട് യൂട്യൂബ് റിവ്യൂ ചെയ്യുന്ന ഒരുപാടുണ്ടല്ലോ. അതായത് ഇന്ന ആളിന്ന് എനിക്ക് അങ്ങനെയാണ് ഉള്ള കാര്യം തുറന്നു പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഇന്നയാൾ ഇന്ന് ഔട്ടാവും, അവരെ പറ്റിയിട്ടാണ് ഈ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇടുന്നവർ, എനിക്ക് തോന്നുന്നു അങ്ങനെ അപ്ഡേഷൻ കൊടുക്കുന്നവരെ പറ്റിയിട്ടാണ് ലാലേട്ടൻ പറഞ്ഞത്. അതാണ് ആ മെയിനായിട്ടും കാര്യം. പിന്നെ നെവിൻ അവിടെ റോബറി ചെയ്യുന്നത്, അതായത് ഓരോ കാര്യങ്ങൾ കട്ടെടുക്കുന്നത്, ബാൻഡ് കട്ടെടുക്കുന്നത്, കല്ല് ആ ഒരു സ്റ്റോണ് കല്ല് കട്ടെടുക്കുന്നതും, അതായത് കോയിൻ ടാസ്ക് കോയിൻ കട്ടെടുക്കുന്നതൊക്കെ ഒരു വീഡിയോ ആയിട്ട് ലാലേട്ടൻ അവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വളരെ രസമായിട്ട് നെവിനോട് ചോദിക്കുന്നുണ്ട് കാര്യങ്ങളും, നെവിനോട് എങ്ങനെയാണ് ഇതെങ്ങനെ സാധിക്കുന്നൊക്കെ നെവിനോട് ചോദിച്ചറിയുന്നുണ്ട്. പിന്നെ നടന്നത് ഹൗസിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻ, അതായത് അവരുടെ ഈ ഒരാഴ്ച വന്നു കയറിയ ഒരാഴ്ച എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് ലാലേട്ടൻ എല്ലാവരോടും ചോദിച്ചറിയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. എല്ലാവരും അതിന് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അതിൽ എനിക്ക് എടുത്തു പറയുന്നത് ശൈത്യ പറഞ്ഞ കാര്യം, അതായത് ഒരു ഗുഹയിലോട്ട് ചെന്ന്, അതെനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഗുഹയിൽ ചെന്ന് നമ്മൾ പല പ്രതിസന്ധികൾ ഇങ്ങനെ തരണം ചെയ്ത് മെയിൻ പോയിന്റിലോട്ട് എത്തുക എന്നുള്ള ആ ഒരു എക്സാമ്പിൾ എനിക്ക് പേഴ്സണലി എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു. പിന്നീട് നമ്മുടെ ആ റെസ്പോൺസ് എല്ലാം കഴിഞ്ഞ് എല്ലാവരും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ലാലേട്ടൻ ബൈ പറഞ്ഞ് പോവുകയാണ്, നാളെ കാണാമെന്നും പറഞ്ഞ് പോവുകയാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി ഇവരുമായിട്ടുള്ള നടന്ന ഡിസ്കഷൻസ്, ഇത്രയും കാര്യങ്ങളാണ് അവിടെ നടന്നത്. പിന്നീട് ഒരു റോബോ ഡോഗിനെ കൊണ്ടുവരുന്നുണ്ട്. അത് മൈജിയാണ് സ്പോൺസർ ചെയ്തത്, മൈജിയുടെ ടാഗ് കൊണ്ടുവരുന്നത്. ഒരു ഡോഗിനെ കൊണ്ടുവരുന്നുണ്ട്. റോബോ ഡോഗ് എപ്പോൾ വേണേലും വീട്ടിൽ പോകും. ഹിന്ദി ബിഗ് ബോസിൽ ഒരു ശരിക്കുള്ളൊരു ഡോഗിന് ഒരു സീസണിലുണ്ടായിരുന്നല്ലോ, എനിക്ക് പെട്ടെന്ന് അതാണ് ഓർമ്മ വന്നത്. അങ്ങനത്തെ ആ ഒരു ഇതാണ്. പക്ഷെ ആ ഡോഗിനെ പിന്നീട് ഇറക്കി വിട്ടു. ഇത് റോബോ ഡോഗില്ല. റോബോ ഡോഗിനെ എപ്പോൾ വേണമെങ്കിലും കയറാം, ആർക്ക് വേണമെങ്കിലും പണി കൊടുക്കാം എന്നുള്ള കാര്യങ്ങൾ ഡോഗിൻ്റെ പ്രത്യേകതയാണ്. അതിനൊരു പേരിടാനില്ല ലാലേട്ടൻ പറഞ്ഞിട്ടാണ് ഇത് വൈൻഡപ്പ് ചെയ്യുന്നത്. ഈ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ്റെ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം രേണു സുധി വന്ന് ക്യാമറയോട് പറയുന്നുണ്ട് എല്ലാവരും ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രേണുവിൻ്റെ അപ്പോളജൈസ് ഒക്കെ ശേഷം ആണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. ശരിക്കും ഇന്നത്തെ എപ്പിസോഡ് ഓക്കെ എന്ന് പറഞ്ഞാൽ ഓക്കെ, ബട്ട് എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ ആ ഒരു എന്തെങ്കിലും കോൺട്രവേഴ്സി അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഓരോരുത്തർക്കും അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പണി കൊടുക്കും എന്ന് ലാലേട്ടൻ കർശനമായിട്ട് പറയുന്നുണ്ട് അവിടെ. അപ്പോൾ പണി കൊടുത്താൽ കൊള്ളാം. അടുത്ത അത് മാത്രമല്ല ആ ബാർജിന് ഒരു പ്രത്യേക കഴിവുണ്ട്. അടുത്ത ആഴ്ചത്തേക്ക് അത് ആർക്ക് റോബറി അടിച്ചു മാറ്റാനൊന്നും പറ്റില്ല, അത് അവരുടെ കയ്യിൽ തന്നെ കാണുമെന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. അപ്പം അവർക്ക് അതിനെ ബെനിഫിറ്റും ഉണ്ടാകും. ഇത്രയാണ് മെയിനായിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നിട്ടുള്ളത്. എന്താ പറയാ, ഓക്കെ എന്ന് വെച്ചാൽ വീക്കെൻഡ് എപ്പിസോഡ് ഓക്കെ, അത് അത്ര വലിയ അടിപൊളിയായിരുന്നു എന്ന് എനിക്ക് പറയാൻ തോന്നുന്നില്ല. ഏതായാലും നോക്കാം, ഇനി നാളത്തെ ഒരു ഡേ ഉണ്ട്, നമുക്ക് നോക്കാം നാളെ ആരാണ് ഔട്ടാകുന്നത്, ഫസ്റ്റ് ആരാണ് എവിക്റ്റ് ആകുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. പക്ഷെ ലാലേട്ടൻ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ ആ ഒരു പുകന്നകൊള്ളി പുറത്ത് ടാസ്കിൽ ഒരാളെ ഔട്ടാക്കിയിരുന്നെങ്കിൽ ഈ ആഴ്ചത്തെ എവിക്ഷൻ മാറ്റാമായിരുന്നു. എന്ന് വെച്ചാൽ ഈ ആഴ്ചത്തെ എവിക്ഷൻ നടത്താതിരിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. ഏതായാലും നോക്കാം നാളെ ആരാണ് എവിക്റ്റ് ആകുന്നത്, നാളെ നടക്കുന്ന കാര്യങ്ങൾ എന്താണ്, നാളത്തെ എപ്പിസോഡിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് നാളെ നോക്കാം. എൻ്റെ റിവ്യൂ നാളെ നമ്മളെ ഇടുന്നതായിരിക്കും. അപ്പം എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഞാൻ പറഞ്ഞതുപോലെ വന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ടും താഴെ കമൻറ്റ് ചെയ്യണം. താങ്ക്